സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മ്യൂസിക് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാധികയുടെ മുമ്പിലേക്ക് ഐശ്വര്യയും സോണിയും എത്തുവാണ് കേട്ടോ. അവരെ കാണുന്നതും രാധികയ്ക്ക് അത്ര സന്തോഷമൊന്നുമില്ല. അന്നേരം ഐശ്വര്യയാണെങ്കിൽ രാധികയുടെ മുമ്പിൽ അങ്ങ് സ്നേഹം അഭിനയിക്കുവാണ്. നാളെ ഞാൻ മോൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നുണ്ട്, ആ പൂജയിൽ മോളും പങ്കെടുക്കണം, എനിക്ക് വരാൻ പറ്റില്ല എന്ന് രാധിക അപ്പോൾ തന്നെ പറയുവാണ്. ഈ സമയം ഐശ്വര്യ രാധികയുടെ മുമ്പിൽ കണ്ണീര് ഒഴിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നീ വന്നില്ലെങ്കിൽ അമ്മക്ക് സഹിക്കാൻ പറ്റില്ല മോളെ, മോളുടെ നല്ലതിന് വേണ്ടിയാണ് അമ്മ ഈ പൂജ നടത്തുന്നത്, മോള് വന്നേ പറ്റൂ, എനിക്കെൻ്റെ മോളല്ലാതെ വേറെ ആരുമില്ലല്ലോ ഈ ലോകത്ത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പിഴിയുവാണ് കേട്ടോ. അത് കാണുന്നതും രാധിക വരാമെന്ന് സമ്മതിക്കുവാണ്. അങ്ങനെ രാധിക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഐശ്വര്യ സോണിയോട് പറയണേണ്, ഇനി അധികം വൈകാതെ തന്നെ നമ്മൾ തയ്യാറാക്കിയ പേപ്പറിൽ ഇവളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കണം, വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ അവൾ വേണമെങ്കിൽ അവളുടെ അമ്മയുടെ ഒപ്പം പോയിക്കോട്ടെ, ശ്യാമ മോളുടെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തോട്ടെ. പിന്നീട് കാണിക്കുന്നത് തിരികെ മ്യൂസിക് സ്കൂളിലെത്തുന്ന രാധികേനെയാണ് കേട്ടോ. രാധികയാണെങ്കിൽ നേരെ ചെല്ലുന്നത് ശ്യാമയുടെ റൂമിലേക്കായിരിക്കും. അങ്ങനെ റൂമിലിരിക്കുന്ന ശ്യാമ രാധിക വരുന്നത് കാണുന്നതും ഒത്തിരി സന്തോഷത്തോടെ രാധിക അടുത്തേക്ക് വിളിക്കുകയാണ്. അന്നേരം രാധികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വാടി നിൽക്കുന്നത് ശ്യാമ ശ്രദ്ധിക്കുക. അന്നേരം ശ്യാമ എന്താ കാര്യം എന്ന് രാധികയോട് അന്വേഷിക്കുക. അന്നേരം രാധിക പറയണേ, എൻ്റെ അമ്മ ആരാണെന്ന് മാഡത്തിനറിയോ, ഞാനവരെ കണ്ടു. രാധികയുടെ ആ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ ശ്യാമ. മോൾ എന്താ പറയുന്നത്, മോളുടെ അമ്മയെ മോൾ കണ്ടു എന്നോ? അതെ. അങ്ങനെ ഐശ്വര്യ കണ്ട കാര്യവും അവർ പറഞ്ഞ കാര്യമൊക്കെ രാധിക ശ്യാമയെ അറിയിക്കുവാണ്. അതെല്ലാം അറിഞ്ഞ് ഞെട്ടിത്തെറിച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തിയ ശ്യാമ അശ്വതിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. എൻ്റെ മോളുടെ മുമ്പിലേക്ക് അമ്മയാണെന്നും പറഞ്ഞ് അവർ വന്നു കഴിഞ്ഞു, ഇനിയും ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് ചേച്ചി പറയുന്നത്, ഇനി എനിക്കതിന് പറ്റില്ല. എൻ്റെ മോള് അവരുടെ ചതിക്കുടിയിൽ പൂർണ്ണമായും അകപ്പെടുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ, എനിക്ക് എൻ്റെ മോളോട് എല്ലാ സത്യങ്ങളും പറയണം, ഞാനാണ് അവളുടെ അമ്മയെന്ന് പറയണം എനിക്ക്. അത് കേൾക്കുന്നതും അമൃത ചോദിക്കുന്നുണ്ട്, രാധികയുടെ ഭാഗത്തു നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായാലോ, അത് നീ എങ്ങനെ സഹിക്കും? അമൃതയുടെ ആ ചോദ്യം കേട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആലോചിച്ച് നിൽക്കുവാണ് ശ്യാമ. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്